രാജ്യത്തിനൊപ്പമാണ് എന്ന അഭിമാനത്തോടെ ശശി തരൂർ പറയുന്നത് പോലെ പറയാൻ ഈ രാഹുൽ ഗാന്ധി തയ്യാറായിരുന്നെങ്കിൽ ഈ സംഘത്തെ നയിക്കുന്നതിനായി രാഹുൽ ഗാന്ധിയുടെ പേര് ഈ 4 പേരുടെ പട്ടികയിൽ 1-ാം നമ്പറായി വെക്കാമായിരുന്നല്ലോ. അടൽ ബിഹാരി വാജ്പേയി പോയതെങ്ങനെയാണ്? അദ്ദേഹവും പ്രതിപക്ഷ നേതാവായിരുന്നില്ലേ എന്ന്? പ്രതിപക്ഷ നേതാവായിരുന്ന അടൽ ബിഹാരി വാജ്പേയി നരസിംഹറാവുവിന്റെ ക്ഷണം സ്വീകരിച്ച് അന്ന് പോയിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ രാഹുൽ ഗാന്ധിക്കും പോകാം. അത് പൂർണ്ണ സന്തോഷത്തോടുകൂടി കോൺഗ്രസ് അയക്കണമായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ പേര് 1-ാമതായി വെക്കാമായിരുന്നു. അത് വെച്ചിട്ടില്ല. അതിന്റെ അർത്ഥം എന്താണ്? രാഹുൽ ഗാന്ധിക്ക് സ്വന്തം രാജ്യത്തെ ഓൺ ചെയ്ത് ശശി തരൂർ പറയുന്നത് പോലെ സ്ട്രോങ് ആയി സംസാരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അപ്പോൾ അവിടെയും ഇവിടെയും തൊടാതെ കയ്യിലുള്ള വോട്ട് പോവുകയും വരുത്. അതായത് 2 രീതിയിലുള്ള വോട്ടുകളാണല്ലോ കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. അപ്പോൾ മൃദു ഹിന്ദുത്വ പറഞ്ഞ് ഒരു ഭാഗത്ത്, മറുഭാഗത്ത് മുസ്ലിം പ്രീണനം പറഞ്ഞ് ഒരു ഭാഗത്ത്, ആ രീതിയിലാണ് വോട്ട് പിടിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്യിലുള്ള ഏത് വോട്ടാണ് പോവുക എന്നുള്ളൊരു ആശയക്കുഴപ്പമാണ്. നമ്മൾ ഒരു തെരഞ്ഞെടുപ്പിലൊന്നുമല്ല നിൽക്കുന്നത്. നമ്മുടെ രാജ്യം ഒരു വലിയ വെല്ലുവിളിയെ നേരിട്ട് വിജയിച്ചു നിൽക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് ചെയ്തത് എന്ന് ലോകത്തോട് പറയാനായി ഒരു ടീമിനെ ഉണ്ടാക്കുമ്പോൾ ആ ടീമിലേക്ക് കൊടുത്ത പേരിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പേരില്ല. അത് തന്നെ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പാളിച്ചയാണെന്ന് ഞാൻ പറയും. ശശി തരൂരിന്റെ വാക്കുകൾക്ക് ലോകത്തിന് മുന്നിൽ കിട്ടിയ വിസിബിലിറ്റി എത്രത്തോളമാണ്? ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഏപ്രിൽ 22 ശേഷമുള്ള ശശി തരൂരിന്റെ സ്റ്റേറ്റ്മെന്റ്സിന്, അദ്ദേഹത്തിന്റെ സൗണ്ട് ബൈറ്റ്സിന് കിട്ടിയിരിക്കുന്ന റീച്ച് എത്രയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും ശശി തരൂർ എത്രത്തോളം ഈ ഡെലിഗേഷനിൽ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത്. ശശി തരൂർ ഈ MP-മാരുടെ പ്രതിനിധി സംഘത്തിൽ കോൺഗ്രസ് നിർദ്ദേശിച്ച പട്ടികയിൽ പോലും ഇല്ലാതെ വരുന്നത് ശശി തരൂരിനോടുള്ള കോൺഗ്രസിന്റെ അവഗണന തന്നെയാണ് സൂചിപ്പിക്കുന്നത്. കോൺഗ്രസ് എന്തുകൊണ്ട് ഇത്രയും കഴിവുള്ള ഒരു മനുഷ്യനെ ഇങ്ങനെ അവഗണിച്ച് മാറ്റി നിർത്തുന്നു? നേരത്തെ ഉണ്ണി സാർ സൂചിപ്പിച്ചല്ലോ, AICC അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്കൊപ്പം തന്നെ തലപ്പൊക്കമുള്ള ഒരു നേതാവ് തന്നെയാണ് ശശി തരൂർ. ശശി തരൂർ 2009-ലാണ് ആദ്യമായി മത്സരിക്കുന്നത്. അതിനു മുമ്പ് KSU മുതൽ പ്രവർത്തിച്ച പാരമ്പര്യമില്ല എന്നൊക്കെ പറയുമ്പോൾ ശശി തരൂരിനെ ക്ഷണിച്ചു കൊണ്ടുവന്നതാണല്ലോ കോൺഗ്രസിലേക്ക്. ക്ഷണിച്ചു കൊണ്ടുവന്നു, സ്ഥാനാർത്ഥിയാക്കി, മത്സരിപ്പിച്ചു. മത്സരിച്ച 4 തെരഞ്ഞെടുപ്പിലും വിജയിച്ചു. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ണി സാർ പറഞ്ഞത് ശരിയാണ്. ശശി തരൂർ അല്ലാതെ മറ്റേത് കോൺഗ്രസ് സ്ഥാനാർത്ഥി നിന്നാലും ആ സീറ്റ് രാജീവ് ചന്ദ്രശേഖരൻ എടുത്തേനെ. അതാണ് തിരുവനന്തപുരത്ത് 2024 സംഭവിക്കുമായിരുന്നത്. അത് ശശി തരൂർ ആയതുകൊണ്ട് മാത്രമാണ് അവിടെ കോൺഗ്രസ് ആ സീറ്റ് നിലനിർത്താൻ കഴിഞ്ഞത്. അത് പാർട്ടിക്ക് നന്നായി അറിയാം. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ പറയുന്നതും ഹൈക്കമാൻഡിൽ ചില നേതാക്കൾ സ്വാധീനം ചെലുത്തുമ്പോഴും ഒക്കെ പൂർണ്ണമായും ശശി തരൂരിനെ തള്ളിക്കളയാൻ ഹൈക്കമാൻഡ് തയ്യാറാകാത്ത. അവർ പേടിച്ചിട്ടാണ്. കാരണം ശശി തരൂർ പാർട്ടി വിട്ടു പോകുന്ന അല്ലെങ്കിൽ പാർട്ടി ശശി തരൂരിനെ തള്ളി പറയുമ്പോൾ ഉണ്ടാകുന്ന അടുത്ത നീക്കം എന്ന് പറയുന്നത് കോൺഗ്രസിനെ വെട്ടിലാക്കുമെന്നുള്ള